അപ്പോളേ കണ്ടില്ലത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മെയിൻ കൃഷിയായിരുന്നു ഇതൊക്കെ. നെല്ല്, പാടം, ഇതൊക്കെ ഏകദേശം അന്യം നിന്ന് പോവാണ്. നമ്മളെ കേരളത്തിൽ തന്നെ വളരെ കുറവായി തുടങ്ങി. നമുക്ക് അരിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തിയില്ലേ. ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ തന്നെ കൃഷിയും പാടമൊക്കെ ഇല്ലേനു. വാസേട്ടാ വേണ്ടില്ലേ, നമ്മളെ വാസേട്ടനാ അത്. വാസേട്ടാ ദമ്മല്ലേ? ദമ്മല്ലേ ഇരിക്കാം എന്തെന്നോ വല്ലാത്തൊരു വൈബാണിത് അല്ലേ. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിലെ ഏകദേശം നമ്മുടെ ചങ്ക് വാസേട്ടനുണ്ടത്. വാസേട്ടനാണ് ഇതിൻ്റെ മെയിൻ അരിമ്പ്രയിലെ മെയിൻ കൃഷിക്കാരൻ അല്ലേ വാസേട്ടാ? ഇപ്പം എത്ര കൊല്ലമായി ഇപ്പം നിങ്ങൾ ഈ കൃഷി തുടങ്ങിയിട്ട്? ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയ പരിപാടിയാണല്ലോ ഇത്. ഇപ്പം ഇനി നമ്മളെ ഏരിയ ഇല്ലല്ലോ. 61 വയസ്സായി ഇതാക്കണം. പഠിച്ചോ ഇനി ഒരുപാട് ആരോഗ്യ ആയുസൊക്കെ കൊടുക്കട്ടെ നമ്മളെ വാസേട്ടൻ. അല്ല ഇനി ഇല്ലല്ലോ ഇപ്പം പൊതുവെ നമ്മളെ നാട്ടിലില്ലല്ലോ ഇങ്ങനെ. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഒരു കാലത്ത് അരിമ്പ്ര ഇനി ഇതിന്റെ മെയിൻ സെന്ററിലെ ഇപ്പൊ ഒന്നുമില്ല. അത് കണ്ടില്ല ഇങ്ങോട്ട് ബാക്കില് കഴിഞ്ഞോട്ടം മൊത്തം ഈ ചളിയിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അരിമ്പ്ര സ്കൂളിൽ നിന്ന് നോക്കിയാല് കൊണ്ടോട്ടി കൊടിമരം കണ്ടു. തള്ളല്ലോ സത്യാണത്. നമ്മളെ കുട്ടിക്കാലത്ത് അതിപ്പം അവിടെ ചെന്നാണ്ട് മേപ്പിട്ട് പാടി വെക്കണം. അതാണ് അവസ്ഥ. ഇപ്പൊ മലയാളികളൊന്നും ഈ ഫീൽഡിൽ ഇല്ലല്ലോ പണിക്ക്. ഇത് ഫുള്ള് ഹിന്ദിക്കാരാ. തഞ്ചാവൂര് ആദ്യമൊക്കെ ചേച്ചിമാരും ഇവരൊക്കെ നല്ല പാട്ടും പരിപാടി തീരും. നമ്മളെ മലയാളികളാണെങ്കിൽ ഒരു 60 ആള് പണിയെടുക്കേണ്ടി വരും. ഇവര് 10 ആൾ എടുത്താൽ മതി. ആ മാറ്റാണുള്ളത്. ഏതെങ്കിലും നമ്മളെ നാട്ടിൽ ഏകദേശം ഒക്കെ കഴിഞ്ഞു. ഫുള്ള് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥ. തമിഴ്നാട്, കർണാടക. അപ്പൊ ഇതാ മക്കളത് കണ്ടു. നല്ല അടിപൊളി നെല്ല് ഒക്കെ നമ്മളെ നാട്ടിൽ തന്നെ സെറ്റാക്കാം. നമ്മളും വരുമ്പോൾ കൂടെ ഒന്ന് കൂടുകയാണ്. കാരണം നമുക്കൊന്നും ചിലപ്പോൾ ഇത് കയ്യിലാന്ന് വരും. അപ്പോൾ ഒന്നും നോക്കണ്ട, ഈ പണി വേണ്ട നമ്മൾ പഠിക്കുക അല്ലേ. ഒന്ന് സാപ്പിടാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ അല്ലേ. സാപ്പാട് കരിയെപ്പിടിഞ്ഞ് വരുന്ന എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാം കുറച്ച് മതിയല്ലേ. നമ്മപ്പം എന്താ തല്ലി കൊടുത്തു നോക്കും. അപ്പം ഇങ്ങനത്തെ ചളി ചേറും ഇതിലൊക്കെ കളിച്ചിട്ടാണ് നമുക്ക് ടേബിൾമേക്ക് നല്ല അടിപൊളി ചോറെത്തുന്നത് അല്ലേ. ടേബിളിൽ സാപ്പാട് ഇപ്പടിയെല്ലാം കഷ്ടപ്പെട്ടിട്ട് എത്തുന്നത് അല്ലേ. അത് ആർക്കും തിരിയാതെ കഷ്ടപ്പാട് എപ്പിയത്. ഇവിടെ നിന്നാൽ ചിലപ്പോൾ പായ്പ ഈ ജീവിതത്തിന് ഈ ഒരു ഇതിന് പ്രത്യേക നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പണിക്കാരല്ലേ. അപ്പോൾ ഓക്കെ ബൈ.